ഇവനും ഇവൻ്റെ ഗേൾ ഫ്രണ്ടും കുറേ നേരമായിട്ട് ഒരു കണ്ടെയ്നറിൽ പെട്ടുപോയി കിടക്കുകയാണ്. ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ട് വന്ന് ഇവരെ ഈ കണ്ടെയ്നറിലോട്ട് അടച്ചിട്ടതാണ്. ഇവർ കുറേ പ്രാവശ്യം അവിടെ നിന്ന് എസ്കേപ്പ് ആവാനൊക്കെ ശ്രമിച്ചെങ്കിൽ അവർക്കൊട്ടും പറ്റാത്തൊരവസ്ഥയിൽ വരെയാണ്. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് വീക്കായിട്ട് രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനാണെങ്കിൽ ഒട്ടും തന്നെ ബോധമില്ലായിരുന്നു. അതുകൊണ്ട് ഇവൻ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവനൊട്ടും ശക്തിയില്ലെന്നുണ്ടെങ്കിലും ഇവനെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഇവൻ എണീറ്റ് വന്ന് കതവിൽ തട്ടി സൗണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഇവൻ്റെ ഫ്രണ്ട്സ് ഇവരെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ കണ്ടെയ്നർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഏത് കണ്ടെയ്നറിലാണ് അവരുള്ളതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ചുറ്റും അന്വേഷിച്ച് നടക്കുന്നുണ്ട് അവരെ. ഈ ശബ്ദം കേട്ടിട്ട് അവർ വരട്ടെ എന്നുള്ള ചിന്തയിലാണ് അവൻ കതവിൽ തട്ടുന്നത്. പക്ഷെ അവന് ഒട്ടും തട്ടാനുള്ള എനർജി ഇല്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായി. അതുപോലെ തന്നെ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ പച്ച കളർ ഡ്രസ്സിട്ട കൊലയാളിയും നടക്കുന്നുണ്ടായിരുന്നു. ഓരോ കണ്ടെയ്നർ തോറും അവനും ഇവരെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അവർക്കതറിയില്ല. ഇനി എങ്ങനെയെങ്കിലും ഇവൻ്റെ ഫ്രണ്ട്സിന് ഇവൻ ഇവിടെയാണ് ഉള്ളതെന്ന് അറിയിക്കണമായിരുന്നു. അതുകൊണ്ട് ഇവൻ്റെ കയ്യിലുള്ള വാച്ച് അത് പൊട്ടിച്ച് ആ ഗ്ലാസ് പുറത്തെടുത്തതിന് ശേഷം ഒരു സൈഡിൽ കൂടെ സൂര്യൻ്റെ വെട്ടം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സൂര്യൻ്റെ വെട്ടം വെച്ചിട്ട് ഇവൻ്റെ കോട്ട് ഇവൻ കത്തിക്കുന്നുണ്ട്. ഗ്ലാസ്സിലൂടെ സൂര്യൻ്റെ വെട്ടം പുറത്ത് വരുമ്പോൾ ഈ ഹീറ്റ് കാരണം ആ കോട്ട് കത്തുന്നുണ്ട്. കോട്ട് കത്തിയിട്ട് അവിടെ മൊത്തം പുക വരെയാണ്. ഈ പുക പുറത്തോട്ട് പോകാനും തുടങ്ങി. പക്ഷേ ഇവന് തീ എന്ന് വെച്ചാൽ പേടിയാണ്. ഇവൻ അതൊന്നും മൈൻഡാക്കാതെ ചെയ്തതെന്ന് വെച്ചാൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ തീ കാണുമ്പോൾ അവൻ ഒത്തിരി പേടിക്കുന്നുണ്ട്. അവന് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരെയാണ്. ഇവനൊട്ടും തന്നെ ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല. ഇവൻ എങ്ങനെയൊക്കെയോ നടന്ന് അവൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവളെ അടുത്ത് ചെന്നത് ഉടനെ തന്നെ അവളെ മടിയിലോട്ട് ഫെയിൻറ്റ് ചെയ്ത് ഇവൻ വീഴുന്നുണ്ട്. ഇവൻ്റെ ഫേസൊക്കെ വല്ലാത്ത രീതിയിലാവുന്നുണ്ട്. ശ്വാസം എടുക്കാൻ പറ്റാത്ത കാരണം. കുറച്ച് കഴിയുമ്പോൾ ഈ സ്മോക്ക് കാരണം അവളുടെ ബോധം വരുന്നുണ്ട്. അവൾ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും ഇവനിങ്ങനെ ബോധമില്ലാതെ ഇവളെ മടിയിലിരിക്കുന്നതാണ് അവൾ കാണുന്നത്. അവനെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത് എണീക്കുന്നില്ലായിരുന്നു. ആ സമയത്ത് ഇവളെ ഫ്രണ്ട്സ് ഇവരെ അന്വേഷിച്ച് വരുന്നുണ്ട്. കൂട്ടത്തിലുള്ള ഒരാൾ ആ സ്മോക്ക് കാണുന്നുണ്ടെങ്കിലും ആ കൊലയാളി ഇവരെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അങ്ങനെ അവർ ആ സ്മോക്ക് മൈൻഡ് ചെയ്യാതെ അവർ തിരിച്ചു പോകുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയോ അവർ ആ സ്മോക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. ആ സമയത്തേക്കും ഈ കൊലയാളിയും ആ സ്മോക്ക് കണ്ടുപിടിച്ചിട്ട് ഇവർ ആ കണ്ടെയ്നറിൻ്റെ അടുത്തോട്ട് ഈ കൊലയാളി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതും ഈ കൊലയാളിയായിരിക്കും ആ കണ്ടെയ്നർ തുറക്കുന്നത് എന്നാണ്. കാരണം ആ കൊലയാളി ഒരുപാട് അടുത്തെത്തിയിരുന്നു. അതിനു മുമ്പ് തന്നെ ഇവരെ ഫ്രണ്ട്സ് ആ കതവ് തുറക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ കൊലയാളിയുടെ കയ്യിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടിട്ട് ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കുറേശ്ശായിട്ട് ബോധം വരുന്നുണ്ട്. ഇവള് ബോധം വരുമ്പോഴത്തേക്കും ഇവള് ആദ്യം അന്വേഷിക്കുന്നത് അവനെയാണ്. ചുറ്റും നോക്കുമ്പോൾ അവിടെ ഒന്നും അവനെ കാണുന്നില്ല. ഇവള് പെട്ടെന്ന് പേടിച്ചിട്ട് ചെരുപ്പ് പോലും ഇടാതെ പുറത്തോട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഒരു റൂമിൽ അവനും ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നുണ്ട്. അവനെല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ നോക്കുമ്പോൾ അവളെ കാലിൽ ചെരുപ്പില്ല. അങ്ങനെ അവനൊന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് അവളെ പിടിച്ച് ആ ബെഡിൽ ഇരുത്തുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു.